ഇസ്ലാമിന്റെ തെളിവെന്ന സ്ഥാനപ്പേര് കിട്ടിയ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യയിൽ ചേർത്ത് വെക്കുകയാണ്. ആകാശത്തേക്ക് നോക്കിയാൽ 10 പുണ്യമാണ്. ഒന്നാമത്തത് ടെൻഷൻ കുറവ്. ഈ ആകാശവും അതിന്റെ ആ ഒരു നിറവും അതിന്റെ വിശാലതയും കാണുമ്പോൾ അത് അന്ന് സൃഷ്ടിച്ചു വെച്ചതാ. ടെൻഷൻ ഹൃദയത്തിലേക്കല്ലേ, ആ സൃഷ്ടിപ്പിൽ നിന്നുള്ള നൂറ് കിട്ടും, ടെൻഷന് പോയി പോകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന വസ്വാസ് അത് നീങ്ങിപ്പോകും. എന്ത് ചെയ്താൽ മതി? ആകാശത്തേക്ക് നോക്കിയാൽ മതി. എനിക്ക് എന്തൊക്കെ വരിക, എന്റെ ജീവിതം എന്താവുക, ഞാൻ എന്തായി പോകും, എന്റെ കുടുംബം എന്തായി പോകും, ഈ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടല്ലോ. ഈ ആകാശങ്ങൾ നോക്കുമ്പോ പടച്ചോനെ തൂണില്ലാതെ ആകാശത്തെ എത്രയോ കാലായി നിയന്ത്രിക്കുന്ന അള്ളാഹുണ്ടോ എന്നെയും എന്റെ കുടുംബത്തെയും നോക്കാൻ വല്ല പണി? ആകാശത്തേക്ക് നോക്കിയിരിക്കി. ആ ഫോബിയകളൊക്കെ മനസ്സിന്ന് പോയി പോകും. മാത്രമല്ല ആകാശങ്ങളെ കാണുമ്പോ പടച്ചോനെ പടച്ചോനെ ഉള്ളുന്ന് ഈ ആകാശമൊന്നും എന്റെ പടച്ചോ വെറുതെ പടച്ചവല്ലോ, എന്നെ മനസ്സിലാക്കാൻ പഠിച്ചതാണല്ലോ. അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല അള്ളാഹുവിനോടുള്ള ബഹുമാനം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്താൽ മതി? ആകാശത്തിലേക്ക് നോക്കിയാൽ മതി. ഈ ആകാശത്തിന്റെ വെള്ളയും അതിന്റെ ആ ഒരു ഷൈനിങ് ഒക്കെ ഇങ്ങനെ കണ്ടാൽ ഹൃദയത്തിൽ വരുന്ന ദുഷിച്ച ചീഞ്ഞ ചിന്തകളുണ്ടല്ലോ അതിനെയൊക്കെ നീക്കിക്കളയും. ഒരുപാട് രോഗങ്ങൾ വരെ നീങ്ങിപ്പോകും. ഒരു പഠനത്തിൽ കണ്ടു, ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പണ്ഡിതൻ, ഒരാധുനിക പണ്ഡിതൻ, നമ്മുടെ ശാസ്ത്രീയ വിഷയങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചവർ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോ അദ്ദേഹം എടുത്ത 2 പരിഹാരം, രാവിലെയും വൈകുന്നേരം പോയിട്ട് ഈ നെഞ്ഞുഭാഗത്തേക്ക് കാറ്റ് ഇങ്ങനെ ശരിക്കുള്ളൂ, ശരിക്ക് കാറ്റ്, അള്ളാഹുവിന്റെ കാറ്റ് ഇങ്ങനെ ആസ്വദിക്കും. പിന്നെ ഭക്ഷണം കൃത്യമായി ക്രമീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് തന്ന ഈ പ്രപഞ്ചത്തെ പരമാവധി ആസ്വദിക്കാൻ കഴിയണം, അത് കണ്ടാസ്വദിക്കണം. ആകാശത്തിന്റെ ചിത്രം മൊബൈൽ ഫോണിൽ വരും, എന്ത് നല്ല ആകാശല്ലേ, അതല്ല അതിന്റെ ഒറിജിനലാണ് മേലടത്. ഒന്നങ്ങോട്ട് നോക്കൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തിനൊരു സമാശ്വാസ ആകാശങ്ങനെ കാണുമ്പോ. അതൊരു ഈനാസാണ്, ഒരു ഇണക്കം. അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയുടെ ഖിബ്ലയുമാണ്. നമ്മൾ ദുആരിക്കുമ്പോ ഓട്ടോമാറ്റിക് നമ്മുടെ തലയും കൈയും ഉയർന്നു പോകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറിയൊരു സംഗതിയാണ്, ഒരു ദിവസം 5 മിനിറ്റ് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുക. ഗസാലി തങ്ങൾ പറയാണ് 10 നേട്ടങ്ങളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അങ്ങനെ നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിന്റെ ഓർമ്മകളിലൂടെ പോയാൽ ഒരു വർഷം മുഴുവൻ പുണ്യമെടുക്കുന്നതിനേക്കാൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കൂലിയാണതിന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെ നോക്കിയിട്ട് ചിന്ത കൂട്ടിയിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചു വെച്ച അള്ളാഹുവിനെ ഞാൻ മറന്നുപോയല്ലോ എന്ന കരച്ചിലും വർദ്ധിപ്പിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.